പ്രിയപ്പെട്ട ശിഷ്യന്മാരെ, ഞാൻ അതിരാവിലെ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് ഒരു സന്തോഷ വാർത്തയും കൊണ്ടാണ്. സന്തോഷമല്ലാത്തതൊന്നും നമുക്ക് ഭവിക്കില്ല. ഒരു വൈദ്യൻ്റെ ചികിത്സയിൽ ഒരു മഹത്തായ ഒരു കണ്ടെത്തലായി മാറട്ടെ എൻ്റെ ഈ അറിവ് എന്ന് തോന്നുന്നു. ഈ അറിവ് എന്ന ജ്ഞാനം നമ്മളിലേക്ക് എത്തുന്നത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. അപ്പം അതൊരു ധ്യാനമാണ്. ആ ധ്യാനത്തിൽ നമ്മൾ ആത്മാവ് ഉണരും. ആത്മാവ് അവന് ഉറക്കമില്ല. രാത്രി നമ്മൾ ഉറങ്ങുമെന്ന് കരുതുന്ന സമയത്ത് നമ്മൾ ആത്മാവ് ഉണർന്ന് പ്രവർത്തിക്കും. ആ ഉണർച്ചയിൽ എനിക്കുണ്ടായൊരു വെളിപ്പാട് തന്നെയായിരിക്കണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. പ്രമേഹ രോഗം. ഈ പ്രമേഹ രോഗം എങ്ങനെയാണ് നമുക്ക് മാറ്റുക? ചിറ്റമൃത് പോലുള്ള ഔഷധങ്ങൾ പ്രമേഹത്തിന് എങ്ങനെയാണ് ഫലിക്കുന്നത്? അതിന് വൈദ്യശാസ്ത്രം ചോദിക്കുന്നുണ്ട് നാട്ടുവൈദ്യത്തോട്, നിങ്ങൾ ചെയ്യുന്നത് ഫലപ്രദമാണ്, പക്ഷേ എങ്ങനെ, എന്ത് കാരണം കൊണ്ട്? നിങ്ങളതിനൊരു നിർവചനം തരും. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്, പ്രമേഹം ഒരു ഉഷ്ണരോഗമാണ്. പിത്തഭാവത്തിൻ്റെ ഒരു ഉയർച്ചയും അതിൻ്റെ കോപവും ആയിരിക്കണം പ്രമേഹ രോഗത്തിൻ്റെ കാരണം. അതിന് ചിറ്റമൃത് എങ്ങനെ ഫലിക്കുന്നെന്ന് ചോദിച്ചാൽ, അമൃതാരിഷ്ടം പനിക്ക് ഫലിക്കുന്നുണ്ടല്ലോ, അതാണ് ഞാൻ ഇപ്പം പറഞ്ഞത്. ചിറ്റമൃത്, അമൃത്, ഗുളിച്ചി എന്ന് പറഞ്ഞ ഈ അമൃതാരിഷ്ടത്തിൽ ഈ ചേരുവയായിരിക്കണം അമൃതാരിഷ്ടത്തിൻ്റെ ടെമ്പറേച്ചർ കുറക്കണ സാധനം. അപ്പം ടെമ്പറേച്ചർ കുറക്കാനാണ്, ഒപ്പം രോഗപ്രതിരോധ ശേഷി കൊടുക്കുന്നതുമായ പ്രവൃത്തി ചിറ്റമൃത് നൽകും. നമ്മുടെ പ്രമേഹക്കാരെ ശ്രദ്ധിച്ചു നോക്കുക, ഒരു ചൂട് കൂടിയിട്ട് അവരുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് കുറക്കാൻ വേണ്ടി അവർ മൂത്രം നല്ലോണം പോകുന്നുണ്ടല്ലോ. ഈ മൂത്രം പോകുന്നത് എന്തിനാണ്? ശരീരത്തിലുണ്ടാകുന്ന ഊഷ്ണത്തെ കുറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വെന്റിലേഷനാണ് മൂത്രം. അപ്പോൾ പ്രമേഹക്കാർ മൂത്രം അമിതമായി പോകുന്നത് രോഗം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടല്ല. അത് ശരീരത്തിലുണ്ടാവുന്ന ആ ഒരു ചൂടാവുന്ന പ്രതിഭാസത്തെ പ്രതിരോധിക്കാൻ ശരീരം കൊടുക്കുന്ന ഒരു പരിഹാര മാർഗമാണ് മൂത്രമൊഴിക്കുക. അപ്പോൾ അവിടെ നമുക്ക് ചിറ്റമൃത് കൊടുക്കുന്നത് മാത്രമാവരുത്, അവിടെ നമുക്ക് കൂടെ ഒരു സാധനം കൂടി വെക്കാം. ഏതാണ്? ചെറുനാരങ്ങയും ചിറ്റമൃതും സ്വല്പം പൊതീനയും കൂട്ടിയിട്ട് പ്രമേഹ രോഗികൾക്ക് ഒരു മരുന്നുണ്ടാക്കണം. ഇത് ഫലിക്കും. എവിടെയാണ് പ്രമേഹ രോഗത്തിൻ്റെ പ്രഭാവ കേന്ദ്രം? പിത്താശയം. കണ്ടോ? ആ ആശയം കിടക്കുന്ന സ്ഥലം പാൻക്രിയാസ്. ഈ പാൻക്രിയാസ്, അതിൽ ലാംഗ്ഹാൻ അലാറ്റിൻ സെല്ലിൻ്റെ പ്രവർത്തനം വഴി ഉണ്ടാവേണ്ടതായ ഇൻസുലിൻ്റെ അഭാവമാണ് പ്രമേഹം. അവിടെ നമുക്ക് വേറൊരു ഔഷധം കൂടി നമുക്കവിടെ പ്രയോഗിക്കാം. ചിറ്റമൃത്, പുതിന, ചെറുനാരങ്ങ ഞാൻ പറഞ്ഞു. മരുന്ന് നമുക്ക് പിന്നെ ഉണ്ടാക്കാം, അത് ഞാൻ പറഞ്ഞുതരാം. ചേരുവകൾ ശ്രദ്ധിച്ചോ. അടുത്തൊരു സാധനം വരുന്നത് നമുക്ക് പുനർനവാദി യോഗം ഉപയോഗിക്കാം. തഴുതാമ ഉപയോഗിക്കാം. എഴുതി വെച്ചോളൂ. ഞാൻ പറയണത് എൻ്റെ ഗ്രന്ഥങ്ങൾ ആരാന്നറിയോ? നാളെ ചോദിക്കും, നൗഷാദ് വൈദ്യരുടെ ഗ്രന്ഥങ്ങൾ എവിടെയെങ്കിലും രചിച്ചു വെച്ചിട്ടുണ്ടോ? എൻ്റെ ശിഷ്യരായ, എൻ്റെ മക്കളായ നിങ്ങളുടെ ഹൃദയത്തിലാണ് ഞാൻ എൻ്റെ അറിവുകൾ നിങ്ങളിൽ രേഖപ്പെടുത്തുന്നിരിക്കുന്നത്. അപ്പം നിങ്ങളാണ് നാളെ എൻ്റെ ഗ്രന്ഥങ്ങൾ. നിങ്ങളത് എഴുതി വെച്ചോ, എഴുതി വെച്ചില്ലേ? എഴുതി വെക്കണ്ട, എഴുതി വെക്കാം, രണ്ടും ചെയ്യാം. എഴുതി വെക്കുന്നത് നാളെ നിങ്ങൾക്കത് ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ട് ഓർമ്മക്കുറവ് വരുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഓർമ്മിച്ചെടുക്കാൻ കഴിയില്ലല്ലോ. ഗ്രന്ഥങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ നോട്ട്സ് എഴുതിയിട്ട് ആ നോട്ട്സ് എഴുതി വെച്ചിട്ട് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം. അവിടെയാണ് ഗ്രന്ഥം സൃഷ്ടിക്കപ്പെടുന്നത്. ഒരു ആചാര്യൻ ഗ്രന്ഥം എഴുതുന്നില്ല എന്ന് എൻ്റെ അഭിപ്രായം. ആചാര്യൻ ശിഷ്യന്മാരായിരിക്കണം ഈ ഗ്രന്ഥങ്ങൾ പിന്നീട് പിൽക്കാലത്ത് എഴുതി പ്രചരിപ്പിച്ചിട്ടുണ്ടാവാം. അതും നിങ്ങൾ നോട്ട് ചെയ്യുക. നാളെ എൻ്റെ മക്കൾ വന്ന് ചോദിക്കും, എൻ്റെ പിതാവ്
നിങ്ങളെ കുറെ പഠിപ്പിച്ചല്ലോ, ഞങ്ങൾക്കൊന്നും തരാൻ കഴിഞ്ഞില്ല. ആ പിതാവ് എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ വല്ലതും ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ തുറന്നു കൊടുക്കണം നിങ്ങളുടെ ഹൃദയത്തിലുള്ള ആ ഗ്രന്ഥം. അപ്പം എൻ്റെ ഗ്രന്ഥങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലാണ് എന്ന് സാരം. അപ്പം നമുക്ക് ചിത്തമൃതം അടങ്ങിയ നമുക്ക് വാതരാക്ഷസം എന്നുള്ള ക്യാപ്സൂളുണ്ട്. നൗഷാദ് പേര് പറഞ്ഞു കൊടുക്കും മഴ ഫാർമസിൻ്റെ മരുന്നുകളാണ് എന്ന് പറയും. നൗഷാദ് പേരിൻ്റെ ഒരു മരുന്ന് വിൽക്കണമെങ്കിൽ ഇവിടെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് ഒരു നിയമം രാജ്യത്തുള്ളതുകൊണ്ട് ഞാനൊരു ലൈസൻസൊക്കെ എടുത്തൊരു മരുന്ന് കമ്പനി ഉണ്ടാക്കി വെച്ചത് എൻ്റെ മരുന്നുകൾ എനിക്ക് എൻ്റെ പൊതുജനങ്ങൾക്ക് കൊടുക്കാൻ യാതൊരു നിയമ തടസ്സം ഉണ്ടാവണ്ട എന്ന് കരുതി തന്നെയാണ്. അപ്പോൾ അതിന് ഞാനത് യോഗങ്ങൾ ക്രോഡീകരിച്ചിരിക്കുന്നത് ഈ മഴ ഫാർമസിയുടെ ഔഷധങ്ങളിലാണ്. അപ്പോൾ വാതരാക്ഷസം ക്യാപ്സൂളും ഒരു ഭാഗത്ത് വെക്കുക. അത് നമ്മൾ വാതരാക്ഷസ ക്യാപ്സൂൾ പുറത്തെടുത്ത് അതിൽ നമ്മൾ എന്താക്കുക, ചെറുനാരങ്ങ മിക്സാക്കിയിട്ട് ആൾക്കാർ കുടിക്കാൻ കൊടുക്കണം. പൊതിരിയും ചെറുനാരങ്ങയും വെള്ളം കുടിക്കാൻ വേറെ കൊടുത്തോ, ശരി, തണുപ്പിക്കാൻ പ്രമേയക്കാർക്ക് കേട്ടോ. പിന്നെ നമുക്ക് പുനർനവാതി കഷായ ക്യാപ്സൂളുണ്ട്. പുനർനവാതി ക്യാപ്സൂൾ അസലായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, വളരെ ഫലപ്രദമാണ്. പിന്നെ നമുക്ക് പുനർനവാതി ക്യാപ്സൂൾ നമുക്ക് 2 വീതം 2 നേരം കൊടുക്കാം. വാതരാക്ഷസ ക്യാപ്സൂൾ 2 രാത്രി 1 രാവിലെയും കൊടുക്കുക. രാത്രിയാണ് ഈ പ്രമേയക്കാരൻ്റെ ഉള്ളിലുള്ള ചൂടിനെ പുറത്തേക്ക് വരാനുള്ള ശ്രമം നടക്കുക. നേരം വെളുക്കാൻ കാലത്ത് ശരീരം പ്രമേയം കുറയുന്ന ടൈം അതിരാവിലെയാണ്. പ്രമേയക്കാർക്ക് അതിരാവിലെ യാതൊരു ക്ഷീണവും അനുഭവപ്പെടുന്നില്ല. ഉച്ചയോടുകൂടിയാണ് പ്രമേയം മൂർച്ഛിക്കുന്നത്. പിത്തം കൂടുന്നത് 10 മണിക്ക് ശേഷമാണ്. വൈകിട്ട് രാത്രിയോടുകൂടി വീണ്ടും പ്രമേഹത്തിൻ്റെ ആ ഊഷ്മാവ് കുറഞ്ഞു വരും. പിത്തകോപ സമയങ്ങളെയാണ് പ്രമേഹത്തിൻ്റെ സമയങ്ങളായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. ഇത് ഞാൻ പെട്ടെന്ന് വിമിഷ്ടപ്പെട്ടത് എൻ്റെ മനസ്സിലുള്ളത് എനിക്ക് ഓർമ്മിച്ചെടുക്കാൻ പിന്നെ സാധിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ്. ഇത് ഞാൻ തന്നത് എൻ്റെ ഉള്ളിലുള്ള ആ അറിവ് കെടാതിരിക്കാനാണ്. ഈ വിളക്ക് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അത് എൻ്റെ മനസ്സിൽ മറ്റ് ചിന്തകളാകുന്ന കാറ്റ് വന്ന് എൻ്റെ മനസ്സിനുള്ളിൽ കത്തിച്ചു വെച്ച് തെളിഞ്ഞു വന്ന ആ വെളിച്ചം, ആ അറിവ്, അത് മറ്റ് പ്രശ്നങ്ങൾ വന്ന് എന്നെ അലട്ടുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ആ വിളക്ക് കെട്ടുപോകരുത്. ആ വിളക്ക് ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലെ ഭദ്രദീപം കൊളുത്തിയിരിക്കുന്നു. അത് നിങ്ങൾ ദിവസവും അതിനെ കെടാതെ സൂക്ഷിക്കണം. അറിവ് നിങ്ങൾ എപ്പോഴും വായിച്ചുകൊണ്ടേയിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എഴുതുന്നത് നിങ്ങൾ വായിക്കണം. വായിച്ചാൽ മാത്രമേ നിങ്ങൾ വിളക്കിൻ്റെ വെളിച്ചത്തിൻ്റെ പ്രകാശത്തിന് മങ്ങലേൽക്കാതിരിക്കുള്ളൂ. നിങ്ങൾ വായന അതിനൊരു ഇന്ധനമാണ്. അറിവിന് ഇന്ധനം കൊടുക്കും വായന. വണ്ടി ഓടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എണ്ണ അടിക്കണേ. അതുപോലെ എണ്ണ അടിക്കും പോലെ നിങ്ങൾ എന്താക്കണം, അതിന് ഊർജം പകരാൻ വേണ്ടി എൻ്റെ അറിവ് നിങ്ങൾ റീവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. മസ്റ്റ് ബി റൈറ്റ്. നിങ്ങൾ എഴുതിയിരിക്കണം. ഇപ്പം നമുക്ക് പ്രമേഹത്തിൻ്റെ ഒരു പരിഹാര മാർഗം നമ്മളടുത്ത് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നമ്മളതിനെ പരിപോഷിപ്പിച്ച് അതിനെ ശരിയായ രീതിയിൽ പരിഹാര മാർഗത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കേണ്ടത്. ഞാൻ എൻ്റെ ശിഷ്യന്മാർക്ക് തന്ന ഈ അറിവുകൾ നിങ്ങൾ സവിനയം കുറിച്ച് വെക്കുക. നാളെ എൻ്റെ മക്കൾ വരുമ്പോൾ എൻ്റെ പിതാവ് ഞങ്ങൾ പഠിപ്പിച്ചില്ല എന്ന് പറയുമ്പം അത് അവർക്കും കൂടി അവകാശപ്പെട്ടതാണ് നിങ്ങൾ ഓർമ്മ വേണം. ഞാൻ നിങ്ങൾക്ക് തന്നത് നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട ഒരറിവല്ല, ലോക സമൂഹത്തിനും എല്ലാം കൊടുക്കുന്നതിനൊപ്പം ഞാൻ ബാധ്യസ്ഥനായ എൻ്റെ മക്കൾക്ക് ആ അറിവ് കൊടുക്കൽ എൻ്റെ ഉത്തരവാദിത്തമാണ്. ഒരു പിതാവിൻ്റെ ധനം മക്കൾക്ക് കൊടുക്കണമെന്ന് പറയുന്നു. ആ ധനം എന്താണ്? പണമാണോ? ഭൂമിയാണോ? അല്ല, അതിലും വലുതാണ് പിതാവിൻ്റെ അറിവ്. അപ്പോൾ ഈ പിതാവിൻ്റെ അറിവ് അവകാശികളായ എൻ്റെ മക്കൾ വരുമ്പം അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എല്ലാവർക്കും ഒരു ശുഭദിനം കൂടി നേരുന്നു. നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ, ഞാൻ